ഹായ്. അപ്പോൾ നമുക്ക് ഇന്ന് ഓൺലൈനിൽ മേടിച്ച പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയുടെ പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു നൈഫ് വേണം, നമുക്ക് ബോക്സ് പൊട്ടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം ബോക്സ് എടുക്കാം. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ മേടിച്ചൊരു പ്രോഡക്റ്റാണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താണെന്ന്. ഓക്കെ, ഇതൊരു സെറ്റാഫിൻ്റെ ഒരു ഡയപ്പർ ക്രീമാണ്. അപ്പം ബേബി ഡയപ്പറൊക്കെ ഇടിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യണം, റാഷസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. സെറ്റാഫിൽ നല്ലൊരു ബ്രാൻഡാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ എന്നാലും നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ ഫസ്റ്റിലെ പ്രോഡക്റ്റ് സെറ്റാഫിൻ്റെ ഒരു ഡയപ്പർ ക്രീമാണ്. ഫസ്റ്റ് ക്രൈയിൽ മേടിച്ചൊരു പ്രോഡക്റ്റാണ്. ബേബിയുടെ നെയിൽ കട്ടറാണ്. ഇതിനകത്ത് ചെറിയൊരു മാഗ്നറ്റിക് ഗ്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് എന്താ പറയുക, അവിടെ നിന്ന് ഭയങ്കര പിൻ പോയിൻ്റ് ആണ്, ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായി കുറച്ച് എളുപ്പമായിരിക്കും. ഇത് ഫസ്റ്റ് ക്രൈന്ന് മേടിച്ചാണ്. ചെറിയൊരു മാഗ്നിഫയർ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് നെയിൽ കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊരു ഡിറ്റർജൻ്റ് ആണ്. അതായത് നമ്മൾ ബേബീസിൻ്റെ ഒക്കെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ നേരത്ത് ഭയങ്കര കെയറിങ് വേണ്ടാണ്. നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ് അവരുടെ ഡ്രസ്സിന് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇതിപ്പോൾ നമ്മൾ ഒരു ഓൺലൈനിൽ നിന്ന് തന്നെ നമ്മൾ എടുത്ത നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു 1 ലിറ്ററിൻ്റെ ഒരു ഡിറ്റർജൻ്റാണ് ബേബി ഡ്രസ്സിൻ്റെ വാഷിന് വേണ്ടിയിട്ടുള്ളത്. അടുത്താണ് പ്രോഡക്റ്റും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. നമുക്ക് നോക്കാം ഇതെന്താ പ്രോഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇതൊരു സിപ്പർ ബോട്ടിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബേബിക്ക് വേണ്ടി മേടിച്ചതല്ല, നമ്മുടെ മീനിന് വേണ്ടി മേടിച്ചതാണ്. കാരണം ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞിരുന്നത് ലേബർ റൂമിലൊക്കെ കയറുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കേണ്ടതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെറിയൊരു ബോട്ടിൽ കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ സാധാ ബോട്ടിലാകുമ്പോഴത്തേക്കും വെള്ളം കുടിക്കാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ സിപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു. നമ്മൾ മിൽട്ടൻ്റെ ഒരു ബോട്ടിലാണ് മേടിച്ചത്, ചെറിയൊരു സിപ്പർ ബോട്ടിൽ. കുറച്ച് ചെറിയൊരു റബ്ബർ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ചെറിയൊരു സിപ്പർ ബോട്ടിലാണ്. അടുത്ത പ്രോഡക്റ്റ് നമ്മളൊരു ബാത്ത് ടവലാണ്. ഇത് നമുക്ക് എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ മീനിന് വേണ്ടി മേടിച്ചാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ടവലും അല്ലെങ്കിൽ ഫേസൊക്കെ ഒന്ന് തുടയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ കഴുകണമെന്നൊക്കെ വേണ്ടിയുള്ള ഒരു ബാത്ത് ടവലാണ്. വലിയൊരു ബാത്ത് ടവലാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. അടുത്ത പ്രോഡക്റ്റ് ബേബിക്ക് വേണ്ടിയാണ്. ലവ് ലാബ്സിൻ്റെ ഒരു ബേബി ഷീറ്റ് പ്രൊട്ടക്ടറാണ്. അതായത് കുട്ടി എന്തെങ്കിലും ഇപ്പം നമ്മൾ ഡയപ്പറൊന്നും ഇടാതെ കുട്ടിയെ കട്ടിലെ കിടത്താൻ നേരത്ത് എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റാണ്. അതായത് ഡ്രൈ ഷീറ്റിൻ്റെ കുറച്ചും കൂടി വലിയൊരു നമ്മൾ നേരത്തെ എടുത്തിട്ട് നമ്മൾ സ്മോളായിരുന്നു. ഇപ്പോൾ ഒരു മീഡിയം സൈസിൽ വരുന്ന 2 കളർ വേരിയൻ്റ് വരുന്ന 2 ഷീറ്റ് പ്രൊട്ടക്ടറാണ് എടുത്തിരിക്കുന്നത്. ലവ് ലാബ്സിൻ്റെ ആണ്, നല്ല ബ്രാൻഡിൻ്റെയാണ്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ്. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഓക്കെ, ഇത് ഒരു ലവ് ലാബിന് തന്നെ ബേബി വാഷ് ക്ലോത്ത് ആണ്. അതായത് ബേബി കുളിപ്പിക്കുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ചെറിയ പ്രൊഡക്റ്റാണ്, ചെറിയൊരു ടവലാണ്. വരുന്ന കോട്ടണിൻ്റെ ബേബി വാഷ് ക്ലോത്ത്സ് ആണ്. എല്ലാം ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ് വരുന്ന ഡിഫറെൻറ്റ് പ്രിൻ്റായിട്ട് വരുന്ന പ്രോഡക്റ്റ്സ് ആണ്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്ട്സിൻ്റെ ഒരു വീഡിയോസ്. കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, ബാക്കിയെല്ലാം ഡെലിവറീസൊക്കെ കമ്മിങ് ഡേയ്സിലൊക്കെയാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ്സൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ഇടാം. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മോർ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ DM ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.